നമസ്കാരം, ന്യൂസ് കേരള ടുഡേയിലേക്ക് സ്വാഗതം. അവധിക്കാലം ആഘോഷിക്കാനാണ് കർണാടക സ്വദേശികൾ ജമ്മു കാശ്മീരിൽ എത്തിയത്. ശിവമോഗ സ്വദേശി മഞ്ജുനാഥ് റാവു ആണ് കൊല്ലപ്പെട്ടത്. ആ ഭീകര നിമിഷങ്ങൾ വിങ്ങലോടെ ഒന്നുകൂടെ ഓർത്തെടുക്കുകയാണ് മഞ്ജുനാഥിന്റെ ഭാര്യ പല്ലവി. ഞങ്ങൾ 3 പേരുണ്ടായിരുന്നു, ഞാനും ഭർത്താവും മകനും. ഞങ്ങൾ പകൽഗാമിലായിരുന്നു ഉണ്ടായിരുന്നത്. ഉച്ചയ്ക്ക് 1:30 ആക്രമണം നടക്കുന്നത്. അദ്ദേഹത്തിന് വെടിയേറ്റു, ഇടറുന്ന ശബ്ദത്തിൽ പല്ലവി പറഞ്ഞു. ആ സമയം ഞങ്ങളെ രക്ഷിക്കാൻ എത്തിയത് നാട്ടുകാർ മാത്രമാണ്. ഹിന്ദുക്കളെ ലക്ഷ്യം വെച്ചായിരുന്നു അവർ ആക്രമണം നടത്തിയത്. 3-4 പേരായിരുന്നു അവരുടെ സംഘത്തിലുണ്ടായിരുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് തന്നെ പല്ലവി നിശബ്ദയായി. തന്റെ ഭർത്താവിന്റെ മൃതദേഹം എത്രയും പെട്ടെന്ന് തന്നെ നാട്ടിൽ കൊണ്ടുവരണമെന്ന് അധികാരികളോട് പല്ലവി ആവശ്യപ്പെട്ടതായി അറിയുന്നുണ്ട്. ഭീകരാക്രമണത്തെ അപലപിച്ചിരിക്കുകയാണ് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ. കർണാടക സ്വദേശി സംഭവത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് അറിഞ്ഞ ഉടൻ തന്നെ അടിയന്തര യോഗം വിളിച്ചു ചേർത്ത് സ്ഥിതിഗതികൾ അവലോകനം ചെയ്തതായി ഡൽഹിയിലെ റെസിഡന്റ് കമ്മീഷനുമായി സംസാരിച്ചെന്നും മന്ത്രി എക്സിൽ കുറിച്ചിരുന്നു. ആ കുടുംബത്തിന് ആവശ്യമായ എല്ലാ പിന്തുണയും നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. മഞ്ജുനാഥൻ ഭാര്യയായ പല്ലവിയും മകനും കൂടി 4 ദിവസം മുമ്പാണ് കാശ്മീരിലേക്ക് യാത്ര പോയത്. ഇവർ പഹൽഗാമിലെത്തിയ വിവരം ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും വിളിച്ച് അറിയിക്കുകയും ചെയ്തിരുന്നു. ജമ്മുവിലുള്ള ഇയാളുടെ കുടുംബത്തിന് സുരക്ഷ നൽകുമെന്ന് സർക്കാർ അറിയിച്ചിട്ടുണ്ട്. പഹൽഗാമിൽ എത്തിയ കുടുംബം ട്രക്കിംഗ് നടത്തി താഴ്വരയിൽ ഇരിക്കുന്നതിനിടെയാണ് ഭീകരാക്രമണം ഉണ്ടാകുന്നത്. മഞ്ജുനാഥിന്റെ തലയിലാണ് ഭീകരർ വെടിയുതിർത്തത്. തൽക്ഷണം തന്നെ മഞ്ജുനാഥ് മരിച്ചിരുന്നു. റിയൽ എസ്റ്റേറ്റ് വ്യവസായിയാണ് അദ്ദേഹം. കർണാടകയിൽ നിന്നുള്ള 12 പേർ പഹൽഗാമിൽ ഉണ്ടെന്നാണ് സർക്കാരിന് ലഭിച്ചിരിക്കുന്ന വിവരം.